ഹലോ, ഐ എം അലീന നീൽ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ യാത്ര നമ്മുടെ പൈതൃകത്തിലേക്കാണ്. സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മളുടെ ആ റൂട്ട്സ് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. തുടങ്ങുമ്പോഴേ വിശപ്പാണ് യാത്രയിൽ. അപ്പം ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി തൽക്കാലാശ്വാസത്തിനുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ വർഷത്തെ മഴ അടിപൊളിയാണ്. എല്ലായിടത്തും വെള്ളത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കണ്ടത് ശോഭയുടെ പിൻവശമാണ് കേട്ടോ. ഇത് കൊട്ടേക്കാട് പള്ളിയായിരുന്നു. പോകുന്നതിൻ്റെ ഇടയിൽ റെയിൽവേ ക്രോസിംഗ് വരുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞങ്ങളുടെ മക്കൾക്ക് ട്രെയിൻ വളരെയധികം എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പൂമല ഡാം എന്ന് കണ്ടപ്പം അങ്ങോട്ടേക്കൊരു ഡീവിയേഷൻ എടുത്തു. അത് വളരെ നല്ല ഒരു തീരുമാനമായിരുന്നു. കാരണം ഈ ക്ലൈമറ്റിൽ ഈ സ്ഥലം വളരെയധികം പീസ്ഫുള്ളായിട്ട് തോന്നും. നമുക്ക് നല്ലൊരു കാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പുറത്ത് ഈ തടാകവും ഇതിൻ്റെ അടുത്ത സൈഡിൽ ചെറിയൊരു ഡാമും. ഞാൻ കണ്ടിട്ടുള്ള മറ്റേ റിസർവോയർ പോലത്തെ ഡാംസാണ്. ഇത് ചെറിയ ഒരു ഡാം, പക്ഷേ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരുള്ളവർക്ക് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡോ ഫ്രസ്ട്രേറ്റഡോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡ് ക്ലിയർ ആക്കാൻ നമുക്കൊരു 1 hourനുള്ളിൽ പോകാവുന്ന ഒരു ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് ഒത്തിരി റിസോർട്ട്സൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് മുമ്പ് എനിക്ക് ഇതിനെക്കുറിച്ച് ഇൻഫോംഡ് അല്ലായിരുന്നു. സോ വൺ ഡേ വിൽ കം ദെയർ ഓൾസോ. ഇനിയിപ്പോൾ വടക്കാഞ്ചേരി എത്തി. അപ്പോൾ അവിടെ നിന്നൊരു ട്രെയിൻ പോകുന്നത് കണ്ടു. ഈ പള്ളിയൊക്കെ നമ്മൾ പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ സ്ഥിരം കാണുന്നതായിരുന്നു. ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന പള്ളി അത്. സമയം ഉച്ച 2 മണി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നമ്മളൊരു സ്മോൾ റെസ്റ്റോറൻറ്റിൽ കയറി. നത്തിങ് ഫാൻസി, ഒരു സിമ്പിൾ ഊണ് കഴിച്ചു. സാമ്പാർ, എരിശ്ശേരി, ഉപ്പേരി, അയല വറുത്തതൊക്കെ ഇട്ട്. പുഴയൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടേ. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, കുത്താമ്പള്ളി. ഇവിടുത്തെ നെയ്ത്ത് ശാലകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ 1-2 ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നതാണ്. അപ്പം ഈ അങ്കിളിനെ കണ്ടു. പുള്ളി തനത് രീതിയിൽ ഹാൻഡ്ലൂം ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനത്തെ അല്ലേ? ഓ, ഇത്ര ശരി. പിന്നെ അത് ഈ സാധനം കര വരുമ്പോൾ ഇതിട്ട് കറയായി. നെയ്ത്തിൻ്റെ താളം തന്നെ നല്ല രസമില്ലേ കേൾക്കാൻ. അവിടെ നിന്ന് നമ്മൾ അധികം സാധനം വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ നമ്മളൊരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പിൽ പോയി. ഇവിടെ ഒത്തിരി കുടിൽ വ്യവസായം പോലെയുണ്ട്. പല റേഞ്ചിലുള്ള മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഹാൻഡ്ലൂംസും പാർലൂംസിലൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ 2-3 സാരിയും മുണ്ടൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ ഒരു പോക്ക്. അപ്പോൾ പിന്നെ ചായ വേണം. ഈ ക്ലൈമറ്റ് ചൂട് ചായയും ചായക്കടികളും മസ്റ്റല്ലേ. അപ്പോൾ ഒരു കുഞ്ഞു ഷോപ്പിൽ പോയിട്ട് നല്ല സൂപ്പർ ചായയും സ്നാക്സും കഴിച്ചു. എന്നിട്ട് നമ്മളത് നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. മഴയുടെ ഒരു ചെറിയ ചാറ്റലുള്ളതുകൊണ്ട് കോടമഞ്ഞൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക്. സോ നമ്മുടെ കുഞ്ഞു ട്രിപ്പ് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Thank you for watching.